നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മേപ്പയൂരിൽ സഹകരണ ജീവനക്കാർ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. നിസാർ ദാരിമി റംസാൻ സന്ദേശം നൽകി. മേപ്പയൂരിലെ പ്രാഥമിക സഹകരണ സംഘം ജീവനക്കാരുടെ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടി മതസൗഹാർദ്ദത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി മാറി. ക്ഷേത്ര മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും സഹകാരികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. നിസാർ ദാരിമി റംസാൻ സന്ദേശം നൽകി. ഈ വിശുദ്ധമായ റമദാനിൽ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ നമ്മൾ സംഗമിച്ചിട്ടുണ്ട്. നന്മയുടെയും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും തുല്യതകളില്ലാത്ത മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ റമദാൻ നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾക്കൊക്കെയും വലിയ അനുഭൂതിയോടുകൂടെ കടന്നു വരുന്നത്. സത്യത്തിൽ കൂടുതലായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നമ്മളൊക്കെ ജീവിക്കുന്ന വളരെ പുരോഗമനം നിറഞ്ഞ സാംസ്കാരികമായി ഒരുപാട് ഉന്നതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ പ്രൗഢി ധരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവസാനമായി ഇന്ന് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വളരെ ഖേദകരമായ ഒരു വംശീയാധിക്ഷേപം എന്നുള്ളത്. ഞാനതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, പുരോഗമനം എത്ര പറയുമ്പോഴും ലോകത്ത് കളർ ഡിസ്ക്രിമിനേഷൻ, നിറത്തിന്റെ പേരിലുള്ള വിവേചനം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും നിറത്തിന്റെ പേരിലുള്ള വർണ്ണ വിവേചനം ഒരുപാട്, അതിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ പേരിലുള്ള വിവേചനം നേരിടുന്ന സമൂഹങ്ങളെ നമ്മൾ കാണുന്നത്. നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ കേരളത്തിൽ പോലും, അല്ലെങ്കിൽ എത്രത്തോളം വലിയ സാംസ്കാരികപരമായ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളുടെ പക്കൽ നിന്ന് പോലും ഇന്ന് നമ്മൾ അതിന്റെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതായിട്ടുണ്ട്. ഞാനിതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, വർത്തമാന കേരളത്തിൽ നമ്മൾ സാംസ്കാരികമായ ഉന്നതിയിലാണെന്ന് പറയുമ്പോൾ പോലും വർണ്ണത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ആളുകളെ അപരവൽക്കരിക്കുന്നതിന്റെ ചിത്രങ്ങൾ നമ്മളുടെ ചുറ്റും നിറഞ്ഞു പൊന്തുകയാണ്. ഇവിടെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവന് വേണ്ടത് വൈജാത്യങ്ങൾക്കും വൈവിധ്യങ്ങൾക്കും അപ്പുറം ഏകോപനത്തോടെ നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും മനുഷ്യത്വപരമായി സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നതിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ പറയുന്ന സദസ്സുകൾ നമ്മളുടെ നാട്ടിൽ ഏറ്റവും വലിയ സന്തോഷങ്ങൾ. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ ഓടയിൽ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം സൂപ്രണ്ട് സുരേഷ് കൽപ്പത്തൂർ, കെ കുഞ്ഞിരാമൻ, കെ പി വേണുഗോപാലൻ, വി മുജീബ്, ഭാസ്കരൻ കൊഴുക്കല്ലൂർ, എം കെ രാമചന്ദ്രൻ മാസ്റ്റർ, മേലാട്ട് നാരായണൻ, മധു പുഴയരികത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ കെ എം ലിഖിത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ട്രഷറർ മനോജ് ചാനത്ത് നന്ദി പറഞ്ഞു. സി എം ബാബു, എസ് കെ രജീഷ്, ജസീൽ മുഹമ്മദ്, പി സി വിജിത്ത്, ഒ ഷിബിൻ രാജ്, ബിജു കുനിയിൽ, കെ കെ രാജേഷ്, എ പി ശ്രീജ, എൻ പി ബിജു തുടങ്ങിയവർ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകിയതായി കോർഡിനേറ്റർ സുനിൽ ഓടയിൽ പറഞ്ഞു. മേപ്പയൂരിലെ പരിസര പ്രദേശങ്ങളിലെയും 17ഓളം പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ജീവനക്കാരുടെ കൂട്ടായ്മയാണ് സഹകരണ സംഘം ജീവനക്കാരുടെ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജീവനക്കാരുടെ ആദ്യത്തെ സംഘടനയാണ് മേപ്പയൂർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി സഹകരണ മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള ചർച്ചാ പരിപാടികൾ, അതേപോലെ ആഘോഷ പരിപാടികൾ, സഹകരണ മേഖലയിലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് സെമിനാറുകളൊക്കെ ഞങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാ ആളുകളും ഒരേ മനസ്സോടെ, ഈ ജീവനക്കാരെന്ന് പറയുന്നത്, ഈ സംഘങ്ങളിലെ ജീവനക്കാർ നിരവധിയാർന്ന ജീവനക്കാരുണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായ പാർട്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സഹകരണ മേഖലയിലെ ഒരു കൂട്ടായ്മ എന്നുള്ളതൊക്കെയാണ് എല്ലാ ആളുകളും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഓണാഘോഷം ഉൾപ്പെടെ നിരവധിയാർന്ന പരിപാടികൾ ഇക്കാലയളവിൽ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വർഷം നടത്തിയിട്ടുള്ളത് ഇഫ്താർ പാർട്ടി വളരെ നല്ല രൂപത്തിൽ തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ വർഷവും ഇഫ്താർ പാർട്ടി നമ്മൾ നടത്തിയിട്ടുണ്ട്. തുടർന്ന് ഇഫ്താർ വിരുന്ന് നൽകി.
വിഷൻ.